ഇൻസൈറ്റ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ യാതൊരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഇല്ലിക്കൽക്കല്ലിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ യാത്രയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാഴ്ചകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, എൻ്റെ സഹപ്രവർത്തകനായ റോയ് സാറും കൂടെ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇല്ലിക്കൽക്കല്ലിലേക്ക് യാത്രയാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി സാറും എൻ്റെ ഒപ്പം തന്നെയുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇല്ലിക്കൽക്കല്ലിലേക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഞങ്ങൾ മൂന്നിലവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇല്ലിക്കൽക്കല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഇവിടുത്തെ റോഡൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര വളരെ എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും സുഗമമായിട്ട് ഇല്ലിക്കൽക്കല്ലിലേക്ക് നമുക്ക് പോയി വരാനൊക്കെ സാധിക്കും. ഇപ്പോൾ ചെറിയൊരു മഴക്കാലമൊക്കെ ആയതിനാൽ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു പുഴ കണ്ടു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വണ്ടി ഇവിടെ നിർത്തി. എരുമപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉള്ള എരുമപ്പാറ എന്ന് പറയുന്ന സ്ഥലം. വലിയ സ്ഥലമൊന്നുമില്ല. ഇത് പുഴ കണ്ടപ്പോൾ തന്നെ റോയ് സാറ് ചാടി ഇറങ്ങി. ഇതിൻ്റെ ഒരു ചെറിയൊരു അണക്കെട്ട് പോലെയാണ്. വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിവശമാണ്. വലിയ വെള്ളമൊന്നുമില്ല, ഭീകരമായ അവസ്ഥയൊന്നുമില്ല. ഈ ഒരു നടയിൽ കൂടി താഴോട്ടിറങ്ങി വരാനും മേളിലോട്ട് പോകാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇറങ്ങി വരാവുന്നതാണ്. വെള്ളം ശക്തമായിട്ട് തന്നെ കേട്ടോ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ക്യാമറയുടെ പരിധിയും ഉള്ളതുകൊണ്ട് ഇത്ര കാഴ്ച നമുക്ക് കിട്ടുന്നില്ല. ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ്, വെള്ളം ഇങ്ങനെ തടഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള സാധന സാമഗ്രികളൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല. ശക്തമായിട്ട് ഈ ഒരു ഭാഗത്ത് ശക്തമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കയറി ഇല്ലിക്കൽക്കല്ലിലേക്ക് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും മാറുകയും ചെയ്യും. ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇറങ്ങുകയും മാറുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഇല്ലിക്കൽക്കല്ലിൽ എത്തിച്ചേർന്നു. അതായത് എൻട്രിയുടെ അവിടെ എത്തിച്ചേർന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഒരു സ്റ്റോളാണ്. തീർച്ചയായിട്ടും ഇത്രയും യാത്ര ചെയ്ത് കുന്നുകയറി വരുന്നവർക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് വളരെയധികം ഉപകാരപ്രദമാണ്. ചായ കുടിക്കാനോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കാനൊക്കെ വളരെയധികം ഉപകാരമാകുന്ന വിധത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണ ഏതിലൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ ഇവിടെ അതിന് ഓപ്പോസിറ്റായിട്ട് ആഹാരമൊക്കെ കിട്ടുന്നതിന് ചായ കിട്ടാനൊക്കെ പാകത്തുള്ള സ്റ്റോളുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താണ് കഴിക്കാനും കുടിക്കാനൊക്കെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഓർഡർ കൊടുത്തിട്ട് ഇതിനകത്തോട്ട് കയറി. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടുന്ന സ്ഥലം. അങ്ങനെ ഏതാനും നിമിഷം സാർ ഓർഡർ ചെയ്ത പൊറോട്ടയും മുട്ടക്കറിയും വന്നിരിക്കുകയാണ്. ഞാനൊരു കാപ്പി മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ കിട്ടിയ ഭക്ഷണം സാറ് കഴിച്ചു തുടങ്ങി. ഞാനൊരു കാപ്പി പറഞ്ഞിരുന്നു, ഇതുവരെ വന്നില്ല. ഇപ്പോൾ വരുമായിരിക്കും എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ കടയിലെ ചേച്ചി കാപ്പി കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് കൊണ്ടുവച്ച കാപ്പി സാറെടുത്തുകൊണ്ട് പോയി. നമ്മളങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. സാധാരണ ഇവിടെ 8:30 തന്നെ ഈ സഞ്ചാരികളെ അകത്തേക്ക് കയറ്റി വിടാറുണ്ടോ എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് 9 മണിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് എൻട്രി പാസ് തരികയുള്ളൂ, നമ്മളെ അകത്തേക്ക് കയറ്റുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. കുറേയേറെ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് പല സൈഡിലായിട്ട് നിന്നുകൊണ്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി. ഇവിടെ ഒരു അറിയിപ്പൊക്കെയുണ്ട്, ഇടിമിന്നൽ സാധ്യതാ പ്രദേശം, ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നുള്ളത്. ഇതിൽ വീട പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇതിനെപ്പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇവിടെ ഓപ്പണായി ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതായത് നമുക്ക് പാസ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നെല്ലാം കയറി വരാൻ വേണ്ടി, നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഇതെല്ലാം കട്ട് ചെയ്ത് വിട്ടാണ്. കുറച്ച് ദൂരം ഉണ്ട് കയറി വരാൻ വേണ്ടി.
അങ്ങനെ പാസ് എടുക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം ഇതാണ് കേട്ടോ, താഴേന്നാണ് നമ്മൾ കയറി വന്നത്. അവിടുത്തെ ചെറിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ ചെറിയ കടകളൊക്കെ ഉണ്ട്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉള്ളതാണ്. മുകളിൽ കയറി വന്നു കഴിയുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. യാത്രാ നിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് റോയ് സാറെ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് നമ്മൾ ജീപ്പിനാണ് പോകുന്നത്. അവരുടെ ജീപ്പിന് മാത്രമേ കൊണ്ടുപോകൂ. അതായത് ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജീപ്പുകളിലാണ് നമ്മളെ മേളിലോട്ട് കൊണ്ടുപോകുന്നത്, യാത്രക്കാരെല്ലാം കൊണ്ടുപോകുന്നത്. അതിനുള്ള പേയ്മെൻറ്റും കൂടി നമ്മൾ ഇതിനോടൊപ്പം അടയ്ക്കേണ്ടതുണ്ട്. അതായത് ഒരാൾക്ക് ടോട്ടൽ 60 രൂപയോളം വരുന്നുള്ളൂ, എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നല്ല വൃത്തിയുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. പിന്നെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചില സഞ്ചാരികൾ കൊണ്ടിടുന്ന പ്ലാസ്റ്റിക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് മാറ്റി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പോലും അതിൽ ഇടാതെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന പ്രവണതയെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ് ഓൺ കോൺട്രാക്റ്റ് വിത്ത് DTPC കോട്ടയം. അപ്പോൾ ഈ വാഹനത്തിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. സാറ് നേരത്തെ തന്നെ കയറിയിരിക്കുകയാണ്. നമ്മളാണ് ആദ്യം കയറിയിരുന്നത്. ഇതിനകത്ത് കയറാനുള്ള യാത്രക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ കുറേ നേരത്തെ സമയത്തിന് ശേഷം, കുറേ സമയം എടുത്തു കേട്ടോ ഇവിടേക്ക്. കുറേ ആൾക്കാരൊക്കെ നിറയുന്നതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. 2 പേരോ 3 പേരോ വെച്ചൊന്നും കൊണ്ടുപോകത്തില്ല. അത്യാവശ്യം വണ്ടിയിൽ പോകാനുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ ആളുകൾ നിറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇല്ലിക്കൽക്കല്ല്. ശരിക്കും മീനച്ചിലാറിൻ്റെ തുടക്ക സ്ഥലമാണ് ഇല്ലിക്കൽക്കല്ല് എന്ന് പറയുന്ന ഈ ഒരു മലമ്പ്രദേശം. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽക്കല്ലിൻ്റെ യാത്ര തുടങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ വരെയാണ് ജീപ്പ് നമുക്ക് അനുവദനീയമായിട്ടുള്ളൂ. ഇവിടെ നമ്മൾ മേലോട്ട് നടന്നു പോകേണ്ടതാണ്. പിന്നെ ജീപ്പ് ഇല്ലാതെ നമുക്ക് നടന്നു വരാം, താഴെ നമുക്ക് അല്ലാതെ നടന്നു വരാം. പക്ഷേ നമ്മുടെ വാഹനങ്ങൾക്കൊന്നും വരത്തില്ല, നടന്നു വേണേൽ വരാം. പക്ഷേ ജീപ്പിന് വരുന്നതും നമുക്കൊരു അനുഭവമായതുകൊണ്ടാണ് അനുഭവത്തിന് വേണ്ടി നമ്മൾ ജീപ്പിൽ വന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നടന്ന് മടുക്കാൻ പറ്റുന്ന അത്രയധികം ദൂരമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നല്ല നല്ല കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ ഈ ഓരോ കയറ്റവും കയറും തോറും നമുക്ക് ഈ ഒരു കൊടുമുടിയുടെ കീഴിലുള്ള പ്രദേശങ്ങൾ വളരെ വശ്യമനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാത്ര ചെറിയ ക്ലേശകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ക്ഷീണിച്ച് വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ മലമുകളിലേക്ക് കയറുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കമ്പികളാൽ തീർത്ത വേരുകളൊക്കെ ഉണ്ട്. വളരെ സേഫാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഉയരം കൂടിയ സ്ഥലത്ത് സേഫായിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വലിയൊരു കാര്യം തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇതൊന്നും കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ കണ്ടിട്ടുള്ള പല പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നല്ല കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്ഥലം സൂക്ഷിക്കുന്നത്. പിന്നെയും എന്താ പറയുക, ചിലരൊക്കെ വന്ന് ഈ പറയുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടിടുന്നു. ദൂരെ കാണുന്നതാണ് കേട്ടോ ഇല്ലിക്കക്കല്ല്. കാണുന്നതാണ് ഏറ്റവും നയനമനോഹരമായ ഇല്ലിക്കക്കല്ല്. ശരിക്കും നമ്മുടെ ക്യാമറയുടെ പരിധിയും ക്ലാരിറ്റി കുറവുള്ളതും കൊണ്ടാണ് ഇത്രയധികം ക്ലാരിറ്റി കുറവിൽ നമ്മൾ കിട്ടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ള ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല പൊളി വൈബായിരിക്കും ഇവിടുത്തെ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ. താഴെ ഈരാറ്റുപേട്ടയും മറ്റുള്ള മൂന്നിലവ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വിദൂരതയിൽ കാണാൻ സാധിക്കും. സേഫായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും. നല്ല കാറ്റുള്ള ഒരു ഏരിയയും കൂടിയാണ്. മടുത്തു വരുന്നവർക്ക് വിശ്രമിക്കാനൊക്കെ സാധിക്കും. ഇല്ലിക്കല്ല് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. 4000 അടി ഉയരമുള്ള ഇല്ലിക്കൽക്കല്ല് ശരിക്കും 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൂരെ നമ്മളിപ്പോൾ കണ്ടതല്ല, 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റം തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ പരമാവധി മടുത്തു പോകുന്ന ദൂരത്തിൽ തന്നെ നമ്മൾ കയറി പോകേണ്ടി വരും. പിന്നെ ഇതെല്ലാം ഒരു യാത്രയ്ക്ക് തടസ്സമല്ല. പുതിയ സ്ഥലങ്ങൾ കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ ഈ യാത്രകളൊന്നും തന്നെ യാതൊരുവിധ തടസ്സവും നമുക്ക് തരില്ല. നമ്മളിപ്പോൾ താഴെ മുതൽ മുകളിൽ വരെ വന്ന വഴികളൊക്കെ ഈ അടുത്ത കാലത്ത് ഇത്ര മനോഹരമായിട്ട് പണിതവയാണ്. പക്ഷേ കുറേ നാളുകൾക്കെല്ലാം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് യാതൊരുവിധ സജ്ജീകരണങ്ങളോ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതെ ഇരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിൽ വന്നതിന് ശേഷം വെറുതെ വന്ന വഴികൾ താഴോട്ട് നോക്കി കണ്ടോ, എത്രയോ താഴെ നമ്മൾ കയറി വന്നിരിക്കുന്നത്.
വീണ്ടും നടത്തം തുടങ്ങിയിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയുണ്ട്. ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ചേർന്ന് തന്നെ കിടക്കുന്ന മറ്റൊരു പ്രദേശമാണ്. ഇവിടുന്ന് കുറേയേറെ പോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 2-3 വെള്ളച്ചാട്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു അപകടം നടന്നതുകൊണ്ട് അങ്ങോട്ടിപ്പം യാതൊരുവിധ പ്രവേശനവും അവർ നൽകുന്നില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഒന്ന് പോകണം എന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷേ ഇപ്പം അങ്ങോട്ട് കടത്തി വിടുകയില്ല എന്നറിഞ്ഞത്. അങ്ങനെ യാത്രകൾക്കൊടുവിൽ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വന്നു ചേർന്നിരിക്കുന്നു. ഇവിടെ മടുത്ത് വന്നവർ വെള്ളം കുടിച്ചിട്ട് കുപ്പിയെല്ലാം വലിച്ചിരുന്നത് കണ്ടോ. നന്നായിട്ട് മഞ്ഞിറങ്ങുന്നുണ്ട്. കോട ഇറങ്ങിയ ഒരു സമയമാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മഞ്ഞിറങ്ങി ഇല്ലിക്കക്കല്ലിനെ മൂടുന്ന ഒരു സമയമാണ് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന് പ്രാദേശികമായി ഒരു വിശ്വാസമുണ്ട്. കൊടുമുടിയുടെ മുകളിൽ നിന്നും അറബിക്കടലും അവിടുത്തെ ഉദയം അസ്തമയം കാണാൻ കഴിയും എന്നുള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. തലനാട് വഴിയും അയ്യമ്പാറ വഴിയും ഇല്ലിക്കൽക്കല്ലിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വരുന്ന സഞ്ചാരികൾക്ക് ഈ 2 സ്ഥലങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ് മൂടാനായിട്ട് കാത്തി നിൽക്കുന്ന ഇല്ലിക്കക്കല്ലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ദൂരെ കാണുന്ന ആണ് ഇല്ലിക്കൽക്കല്ല്. ശരിക്കും 4000 അടി ഉയരമുള്ള ഇല്ലിക്കൽക്കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദൂരെ കാണുന്നതാണ് പാറക്കൂട്ടങ്ങൾ. ഇതിലേറ്റവും ഉയരം കൂടിയ ആ ഒരു കല്ല് കൂടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. തൊട്ടടുത്ത സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻ കല്ല് എന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ 1/2 അടി വീതം മാത്രം വീതിയുള്ള നരകപ്പാലം എന്ന ഭാഗമുണ്ട്. മഞ്ഞ് മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് സംഭവിച്ച ഒരു കാഴ്ചയാട്ടോ ഇത്. ഞങ്ങൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയാണ്. ചെയ്യാതെ ഇരുന്ന ഒരു സമയത്ത് കിട്ടിയ ഒരു കാഴ്ചയാണിത്. ഈ ഒരു അവസ്ഥ ഇവിടെ വന്നപ്പോൾ തന്നെ ആൾക്കാരുടെ തിക്കും തിരക്കും കാണാൻ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. നമ്മുടെ കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് വലിയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ താഴെ വന്ന് മീനച്ചിലാറിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ വായ തുറന്ന ഒരു മനുഷ്യാകൃതിയിലാണ് ഈ ഒരു ഇല്ലിക്കൽക്കല്ലിനെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ്. ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുന്നത് പിന്നെ കാലാവസ്ഥയൊക്കെ മാറി വരുന്നതെല്ലാം കണ്ടുകൊണ്ട് തിരികെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇല്ലിക്കൽക്കല്ല്. ഒരുപാട് പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടത് വളരെ മനോഹരമാണ്. ഇത്രയധികം നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം ഇരുവശങ്ങളിലും നമുക്ക് പിടിച്ചിറങ്ങിപ്പോകാനും ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അതിമനോഹരമെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഈ സുന്ദരഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് യാത്ര കൂടുതൽ സുന്ദരമാക്കും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. കാഴ്ചകളും കോടമഞ്ഞും കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്രദ്ധ പതറിപ്പോകാതെ നോക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം ഇരുവശങ്ങളിലും കൊക്കയാണ്. താഴേക്ക് പതിച്ചാൽ ജീവഹാനി ഉറപ്പെന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് ഇല്ലിക്കൽക്കല്ല്. മിന്നലും ഇടിയും ഉള്ളപ്പോൾ അവിടേക്കുള്ള യാത്ര തന്നെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വേഗം കണ്ട് ആസ്വദിച്ച് ഇറങ്ങിപ്പോകാനാണ് ശ്രമിക്കേണ്ടത്. കോട്ടയത്ത് നിന്നും ഡ്രൈവ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റുമാനൂർ ഈരാറ്റുപേട്ട വഴിയാണ് ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ കോട്ടയം, ഏറ്റുമാനൂർ, പാലാ, വാഗമൺ റൂട്ടിൽ തീക്കോയിലെത്തുക. ഇവിടെ നിന്ന് ഇല്ലിക്കൽക്കല്ലിലേക്ക് എത്തിച്ചേരാം. തൊടുപുഴ, മുട്ടം, മേലുകാവ്, മേച്ചൽ, പഴുക്കാക്കാനം വഴിയും ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകാവുന്നതാണ്. മഹാഭാരത കഥയുമായിട്ട് ബന്ധമുള്ള സ്ഥലം കൂടിയാണ് ഇല്ലിക്കൽക്കല്ല് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് വനവാസകാലത്ത് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയുമൊക്കെ ഇവിടെ താമസിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഒരു ദിവസം പാഞ്ചാലി ഭക്ഷണം നൽകാൻ വൈകിയതിൽ കുപിതനായ ഭീമൻ ഒരു ഉലക്കയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ഇത് കൂടക്കല്ലിൻ്റെയും കൂനൻകല്ലിൻ്റെയും ഇടയിലാണ് പതിച്ചത്. ഇവിടെ തോടുണ്ടാകുകയും ഉലക്കപ്പാറത്തോട് എന്നാണ് ഇത് പിന്നീട് അറിയുകയും ചെയ്തത്. ഉലക്ക വീണുണ്ടായി എന്ന് പറയപ്പെടുന്ന വലിയ ദ്വാരം ഇന്നും അവിടെ കാണാൻ കഴിയും എന്ന് പറയപ്പെടുന്നു. ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ആ ദ്വാരത്തിലൂടെ തുളച്ചു വരുന്നത് മങ്കുമ്പ് ക്ഷേത്രമുറ്റത്ത് നിന്നാൽ കാണാൻ സാധിക്കും എന്ന് പറയുന്നു. അത്ഭുത ഔഷധ സസ്യമായ നീലക്കൊടുവേലി ഇവിടെ ഉണ്ടെന്നാണ് പ്രദേശവാസികളുടെ ഒരു വിശ്വാസം. ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മൾ ആട് 1, ആട് 2 എന്ന് പറയുന്ന സിനിമകളിലൊക്കെ നീലക്കൊടുവേലിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സഞ്ചാരികൾക്ക് വന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ സഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും ഇവിടെ കുറേ നേരം ചിലവഴിക്കാനും മഴക്കാലമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ശരിക്കും മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും സദാ വീശിയടിക്കുന്ന കാറ്റും നൂൽമഴയും ഒക്കെ പ്രകൃതിയോട് ലയിക്കാൻ ഇതിൽ പരം വേറെ ഒന്നും തന്നെ വേണ്ട എന്നുള്ളത് തെളിയിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് അവിടെ എത്തിയപ്പോൾ അവിടെ 2 കടകളുണ്ട്. അതിനകത്ത് റോയ്സാൻ എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞെന്തോ കഴിക്കാൻ എന്തോ ചിപ്സ് എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് കയറി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ പഴയ കടലമിഠായിയൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അത് വെറുതെ ഒന്ന് നോക്കി കാണുകയായിരുന്നു. നമുക്ക് കയറിപ്പോയ വണ്ടിയാണ്. തിരിച്ച് മറ്റ് സഞ്ചാരികളെ കാത്തു നിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നാരങ്ങാവെള്ളം കുടിച്ചേക്കാൻ ഓർത്തുകൊണ്ട് മറ്റൊരു കടയിൽ ഞങ്ങൾ വന്ന് കയറി. മേളത്തെ കടയിൽ നാരങ്ങാവെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മച്ചിയോട് നാരങ്ങാവെള്ളം ചോദിച്ചു. അമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലിക്കൽക്കല്ല് മല കയറിയതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് എന്നാൽ ഒരു നാരങ്ങാവെള്ളം ഞാൻ പറഞ്ഞു. അമ്മച്ചി അതെടുക്കാനായിട്ട് അകത്തേക്ക് കയറി. ഇത് നാരങ്ങാവെള്ളം കുടിച്ച് ക്ഷീണം അകറ്റാമെന്ന് വിചാരിച്ചു. കടയിൽ നമ്മുടെ പഴയ മിഠായിയൊക്കെ എന്തോ മക്രോണി പോലത്തെ സാധനമൊക്കെ ഇരിപ്പുണ്ട്. കുറേയേറെ പലഹാരങ്ങളും മധുര മിഠായിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പഴയ കൊറോണയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മാസ്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് 2 ചെറിയ ബക്കറ്റിനകത്ത് എന്തോ ഇരിക്കുന്നുണ്ടോ. വെറുതെ ഒന്ന് നോക്കി. ആഹാ, പൊളി സാധനം. നമ്മുടെ കാന്താരിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല നെല്ലിക്ക അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഭരണിയിൽ തന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. പൊളി സാധനം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്ന് വാങ്ങിയായിരുന്നു. പക്ഷെ അത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. വാങ്ങി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ മറന്നുപോയി. അങ്ങനെ നാരങ്ങാവെള്ളം വന്നു. അങ്ങനെ നാരങ്ങാവെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേണ്ട മറ്റ് സഞ്ചാരികളുമായിട്ട് മറ്റൊരു ജീപ്പ് കൂടി അവിടെ എത്തിച്ചേർന്നു. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ഇല്ലിക്കൽക്കല്ല്. തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പ്രവേശനം അനുവദനീയമാകുന്ന സമയമൊക്കെ ആണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഒരു ദിവസം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ മഴ. അപ്പോൾ തന്നെ താഴേക്കുള്ള അടുത്ത ട്രിപ്പിൽ ഞങ്ങൾ കയറിക്കൂടി. താഴെയാണ് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്. അത്യാവശ്യം കുറേയേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ട് അവിടെ ഉണ്ട്. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയ സ്ഥലത്തൊക്കെ തീർച്ചയായിട്ടും നടന്നു വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നടന്നു വരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം മിന്നലൊക്കെ ഉള്ള സമയമാണെങ്കിൽ വളരെ അപകടകരമായ സ്ഥലമാണ്. എന്തായാലും ഇന്നത്തെ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വൈകി വരുന്ന വീഡിയോകൾക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇടയ്ക്കൊക്കെ ഓരോരോ വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് സപ്പോർട്ട് തരിക. കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും ഇല്ലിക്കൽക്കല്ലിലേക്ക് എത്താൻ സാധിക്കുന്നവരൊക്കെ തന്നെ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് എത്തിക്കൊള്ളുക. മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ.